4 ഇഞ്ച് ഗ്യാപ്പിലുള്ള കമ്പികളാണ്. അപ്പം അതിൽ ഫസ്റ്റ് 1-2 സ്ലാബ് ഇറങ്ങി ഒരു 1/2 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വരുമ്പം ഇവരെ പിന്നീട് ലാസ്റ്റ് ഈ സ്ലാബുകളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിസ്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ക്രെയിൻ വന്ന് ഇങ്ങോട്ട് തൂക്കി കൊണ്ടുവരാണ്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NH66 വർക്കിൽ കോഴിക്കോട് പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വർക്കാട്ടോ. അതായത് വെറൈറ്റി വർക്കാട്ടോ. വെറൈറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇവിടെയൊക്കെ വരുന്നത്. പുറക്കാട്ടിരി നമ്മുടെ ക്യാംസിൻ്റെ വർക്കിൽ ഒന്ന് പുറക്കാട്ടിരി, അതുപോലെ നമ്മുടെ കോരപ്പുഴ ബ്രിഡ്ജ്, പിന്നെ നമ്മുടെ അറപ്പുഴ ബ്രിഡ്ജ്. വെറൈറ്റി വർക്കാട്ടോ ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാട്ടോ. നമ്മുടെ ബോക്സ് ഗാർഡറൊക്കെ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇവിടെ എടുത്ത് കഴിഞ്ഞ് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സ്ലാബ് വെക്കുന്ന വർക്ക് അത് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സ്ലാബ് എടുക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെയൊക്കെ ബോക്സ് ഗാർഡർ ഇവിടെയൊക്കെ ഫുള്ള് വെച്ച് ഇതിൻ്റെ സൈഡിൽ ഇത് ക്രോസ് ബീം വാർക്കാനുള്ള കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 3 എണ്ണത്തിനും കൂടിയുള്ള പിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ സ്ലാബ് വെക്കുകട്ടോ ചെയ്യുക. സ്ലാബ് വെക്കുക ചെയ്യുക. അതിൻ്റെ റെഡിമെയ്ഡ് സ്ലാബ് അതിൻ്റെ മുകളിലാണ് പിന്നെ കോൺക്രീറ്റ് വരിക. റെഡിമെയ്ഡ് സ്ലാബ് എടുത്ത് വെക്കുന്ന വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്പാൻ്റെ മുകളിൽ 3 ബോക്സ് ഗാർഡർ, നമ്മുടെ പൂനെയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബോക്സ് ഗാർഡർ, വെറൈറ്റി ഗാർഡറാട്ടോ അത്. അതായത് റെഡിമെയ്ഡ് അവിടെ നിന്ന് കൊണ്ടുവരിക, ലോറിയിൽ ട്രെയിലറിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഓരോന്ന്. 14 ടൺ വെയിറ്റ് വരുന്നുണ്ട് ഓരോ പീസ്. അങ്ങനത്തെ 4 എണ്ണം കൂട്ടിച്ചേർത്തതാട്ടോ. ഒറ്റ ഗാർഡറായി ഇവിടുന്ന് കൂട്ടിച്ചേർക്കുന്നതാണ്. അത് ചേർത്ത് വെച്ച് ഓരോന്ന് ഇവിടെ എടുത്ത് വെച്ച് ഇത് കോരപ്പുഴ വർക്കിൻ്റെ ഇപ്പോൾ അവിടെ എടുത്തു വെക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. എന്തായാലും ക്യാംസി നല്ല സ്പീഡിലാട്ടപ്പോൾ വർക്ക് ഫൈനൽ ഒരു പെട്ടെന്ന് തീർത്ത് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവർക്കിനി വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആന്ധ്രയിലൊക്കെയാണ് വർക്കുള്ളത്, കേരളത്തിൽ വർക്കില്ല. ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് ജോലിക്കാർ മാത്രമല്ല, എൻജിനീയർമാരും ഇഷ്ടം പോലെ ഉണ്ട്. കൈകാര്യമാണ് ഫുള്ള്. ഇവിടെയൊക്കെ ട്രാക്ക് റെഡിയാക്കിയിട്ട് റെയിൽവേ ട്രാക്ക് പോലുള്ള ട്രാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഗാൻട്രി ക്രെയിന്, ആ ഗാൻട്രി ക്രെയിനൊക്കെ ഇവിടുന്ന് അയച്ചുകൊണ്ട് കോരപ്പുഴ ഭാഗത്ത് സെറ്റാക്കി അവിടെ ഗാർഡർ എടുത്ത് വെക്കുന്ന ജോലി നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ കേട്ടോ, അടുത്ത വീഡിയോ സെറ്റപ്പാക്കി കാണിക്കാം. അവിടെ ക്രോസ് ബീം ഒക്കെ കമ്പിയൊക്കെ കെട്ടി ഇനി സൈഡിലൊക്കെ ഇനി പലക സെറ്റാക്കാൻ ഉണ്ടാവും. അടിയിലൊക്കെ സെറ്റായി ഒക്കെ അടിച്ചിട്ട് നല്ലൊരു ബീം, എല്ലാ ഗാർഡറും തമ്മിലുള്ള പിടുത്തം, മൊത്തത്തിലുള്ള പിടുത്തം. ഈ ബോക്സ് ഗാർഡർ ഇതിൻ്റെ ഉള്ളിൽ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാലിയായിരിക്കും കേട്ടോ. ഈ ബോക്സ് ഗാർഡറിൻ്റെ ഉറപ്പിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചെന്നല്ലേ. അതായത് പ്രീ ട്രസ്റ്റിങ് നമ്മുടെ കേബിൾ വലിച്ച് ടൈറ്റാക്കിയിട്ട് സെറ്റാക്കുന്നുണ്ട്. ഓരോ ജോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ. അങ്ങനത്തെ 15 എണ്ണം കേട്ടോ ഇവിടെ ആവശ്യം വന്നത്. ഈ പുറക്കാട്ടിരി ബ്രിഡ്ജിന്, പഴയ പുറക്കാട്ടിരി ബ്രിഡ്ജ് അവിടെ ഉണ്ട്. ഇവിടെ 1, 2, 3 ബ്രിഡ്ജ് ഇവിടെയും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ട് 4 ബ്രിഡ്ജ് ഇവിടെ കുറുകെ കാണുന്നുണ്ട് എടാ. സ്ലാബ് എടുത്ത് വെക്കുന്ന ജോലികൾ. ഒരു സ്ലാബ് അവിടേക്ക് ഈ ക്രെയിൻ മുഖേന അവർ കൊണ്ടുവന്നു. ക്രെയിൻ ഇവിടെ സെറ്റാക്കിയതാണ് ഇപ്പം. അത് സെറ്റാക്കി അവർ അതിൻ്റെ മുകളിൽ തൂക്കിയിട്ട് അവിടേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഇത് കണ്ട സ്ലാബ്. ഇതിൻ്റെ മുകളിൽ ബോക്സ് ഗാർഡറിൻ്റെ മുകളിലൊക്കെ കമ്പികൾ ഉണ്ടാവും മുളകിട്ട്. ആ കമ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതവിടെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ അങ്ങനെ ഇറക്കി വെക്കട്ടെ ചെയ്യാം. ഇറക്കി വെക്കുമ്പോൾ അതിൽ സെറ്റായി. പിന്നെ ഇതിൻ്റെ മുകളിൽ അടിപൊളി മൊത്തത്തിലൊരു സ്ലാബ് കോൺക്രീറ്റ് ഉണ്ടാവും. എത്ര ഇഞ്ചാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം.
എന്തായാലും മൊത്തത്തിലൊരു 10 ഇഞ്ച്. ഇത് 5 ഇഞ്ചിൻ്റെ ഒരു സ്ലാബാണ് ഇത് കാണുന്നത്. അങ്ങനെ ഇനി ഒരു 5 ഇഞ്ചിൻ്റെ സ്ലാബും കൂടി ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 10 ഇഞ്ചായില്ലേ. ഇതിൻ്റെ മുകളിൽ നല്ല കമ്പി ഉഷാറായിട്ട് കമ്പി കെട്ടലും ഉണ്ടാവും. അവിടെ എല്ലാവരും കൂടി എടുത്തോ എല്ലാവരും കൂടി സ്ലാബ് ഇറക്കി വെക്കുന്ന നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ സ്ലാബൊക്കെ ആണിപ്പാര വലിയ പാരകളൊക്കെ ഉണ്ട്. അത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ഈ ക്രെയിനിൻ്റെ മുകളിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ താത്തുമ്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി കൊടുക്കാൻ നമ്മളെ മനുഷ്യന്മാർ തന്നെ വേണം കേട്ടോ. അങ്ങോട്ട് കൊണ്ട് റെഡിയാക്കാൻ കറക്റ്റ് ലെവലാക്കി ഇങ്ങനെ വെക്കുക. ഈ ഒരു സ്ലാബ് അവിടെ വെച്ച് ആ ബോക്സ് ഗാർഡൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് കൊണ്ട് 2 അടി രണ്ടടിയോളം ഇവിടെ എന്താ ഇവിടെ ഇല്ലല്ലേ. ബോക്സ് ഗാർഡൻ്റെ സെൻട്രലായിട്ടാട്ടോ ഇത് വരുന്നത്. ഏകദേശം 10 അടി ഇതിൻ്റെ നീട്ടം വരുന്നുണ്ട്, ഒരു 5 അടി വീതി. അങ്ങനെയാണ് ഇത് വരുന്നത്. അതിൽ ഈ ബോക്സ് ഗാർഡൻ്റെ സെൻറ്ററായിട്ടാണ് അവർ വെക്കുന്നത്. 2 ഭാഗത്തേക്കും പിന്നെ ചാട്ടുണ്ട്. ഒരു 2 അടി 2 അടി. ബോക്സ് ഗാർഡൻ്റെ മൊത്തത്തിൽ ഒരു 6 അടി ഉണ്ടാവും. അങ്ങനെ 10 അടി റെഡി ആട്ടോ. 2 അടിയോളം കമ്പി ഇങ്ങോട്ട് ചാടി കിടക്കുന്നത്, അങ്ങോട്ട് ചാടി കിടക്കുന്നത്. അവിടെ ഉണ്ടോ 2 സ്ലാബിൻ്റെ കമ്പി കൂടി. ഇനി അതിൻ്റെ ഇടയിൽ അവർ ഷീറ്റ് വെക്കുക, അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് കറക്റ്റ് എഞ്ചിനീയർമാരൊക്കെ വർക്ക് എടുക്കുന്ന തിരക്കിലാണ്. അവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും. ഏതായാലും നമ്മൾ ഇതുപോലെ സൈറ്റിൽ വന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ തന്നെ വലിയ കിട്ടലാണ്. അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ക്രെയിൻ വന്ന് ഇങ്ങോട്ട് തൂക്കി കൊണ്ടുവരാണ്. നമ്മുടെ വലിയ ക്രെയിൻ്റെ അടുത്തേക്ക് ചെറിയ ക്രെയിൻ തൂക്കി കൊണ്ടുപോയിട്ട് അവിടെ അതിലെ തൊട്ടടുത്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ബായി അതിൻ്റെ മുകളിൽ കുളത്ത് നട്ടും ബോൾട്ടൊക്കെ എടുത്ത് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തൂക്കുന്നതെന്ന് അവിടെ കാണാമല്ലേ. യെസ്, പൊങ്ങി പൊങ്ങി പൊങ്ങി. ഇതന്നെ പോരായിരുന്നില്ലേ അങ്ങോട്ടേക്ക്? ഇത്രയും വലിയ ട്രെയിനൊക്കെ വേണം, അതിൻ്റെ വരില്ലേ? അത്രയും ഒരു വൈഡായിട്ട് തൂക്കേണ്ടതായതുകൊണ്ടായിരിക്കാം വലിയ ക്രെയിന് ഈ ഭാഗത്ത് വെച്ചത്. അങ്ങനെ മെല്ലെ താത്തി വെക്കുന്നു. ഓക്കേ, ഏകദേശം 2.5-3 ടണ്ണിൻ്റെ അടുത്തുണ്ട് എന്നാട്ടോ അവർ പറഞ്ഞത്. 2.5-3 ടണ്ണ് അതാണ് അവർ പൊക്കി കൊണ്ടുവരുന്നത്. വേറെ മോഡലും ഉണ്ടല്ലോ, അതാ അതിനൊരു സ്ലോപ്പ് ചെരിവൊക്കെ കാണുന്നു. ഓരോ സ്ലാബ് അതിൻ്റെ മുകളിൽ ഇറക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അവർ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവരും. ഇത് കറക്റ്റ് കമ്പികളൊക്കെ 4 ഇഞ്ച് ഗ്യാപ്പിലുള്ള കമ്പികളാണ്. അപ്പം അതിൽ ഫസ്റ്റ് 1-2 സ്ലാബ് ഇറങ്ങി ഒരു 1/2 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വരുമ്പോൾ ഇവരെ പിന്നീട് ലാസ്റ്റ് ഈ സ്ലാബുകളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കുന്നത് അടുത്ത സ്ലാബ് അതിലും കൂടുതൽ റിസ്ക് എടുക്കാൻ സാധ്യതയുണ്ടെന്നുണ്ട്. കമ്പികളൊക്കെ കറക്റ്റ് സെറ്റാണ്. 12 mm കമ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ?
എന്തായാലും കമ്പികളൊക്കെ അടിച്ചങ്ങോട്ട് നീക്കിയിട്ടൊക്കെ ആട്ടോ ഇറക്കണത്. ഇവിടെ തന്നെ അവരിങ്ങനെ പാടുപെടുന്നെങ്കിൽ അവർ പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പാടുപെടാൻ സാധ്യതയുണ്ട്. ആ സ്ലാബായിട്ട് കെട്ടി തിരിയട്ടോ. ഇത് ആ സ്ലാബ് ഞാൻ പറഞ്ഞില്ല 5 ഇഞ്ച് കനം. ഇനി അതിൻ്റെ മുകളിൽ 6 ഇഞ്ചിലാട്ടോ മൊത്തത്തിൽ സ്ലാബ് വരുന്നത്. ഈ 2 പാലം കൂടി ഒരുമിച്ചായിരിക്കും പോവുക. സർവീസ് റോഡ് ഇത് മൊത്തത്തിൽ ഒരു 5 വരി പാതയാകും. ഇനി സർവീസ് റോഡ് എങ്ങനെയാണ് എന്നുള്ള ഇത് വന്നാൽ തന്നെ അറിയുള്ളൂ. സർവീസ് റോഡ് അടിയിൽ വന്ന് മുട്ടുകയാണല്ലോ. പാലങ്ങളിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നല്ലെങ്കിൽ 2 ഭാഗത്തും വേണമല്ലോ. അപ്പോൾ പഴയ പാലം അവിടെ നിലനിർത്തുക, പൊളിച്ച് മാറ്റാതെ പുതിയ പാലം അങ്ങനെയൊക്കെയാണ്. എന്താ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ. ഏതായാലും ബാക്കിയുള്ള സ്ലാബുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇതാ അവിടെ മൊത്തം സ്ലാബുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അടിഭാഗം കുറച്ച് താന്നിട്ട്, അത് നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വീഡിയോയിൽ. ഏതായാലും അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിൻ്റെ പാലത്തിൻ്റെ ഒരു ഭാഗം സ്ലോപ്പാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു ഭാഗത്തേക്ക് സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം പൊന്തിക്കുന്നത്. അപ്പോഴത്തേക്കാണ് സ്നേഹിതന്മാരെ നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തേക്ക് ഇനിയും വരേണ്ടതുണ്ട്. വർക്കുകൾ ഇനി ഇവിടെ നടക്കാനുണ്ട്. നല്ല നല്ല കാഴ്ചകൾ അടങ്ങിയ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.